ഇന്നൊരു ക്യൂട്ട് ബെൻഡോ കേക്കിനാണ് കേട്ടോ ഓർഡർ ഉള്ളത്. ഇത് ബ്രൈഡ് ടു ബിക്ക് വേണ്ടിയിട്ടാണ് കസ്റ്റമർ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ ചെയ്തിട്ടുള്ളത് വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിലായിരുന്നു. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബേസൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം വെറ്റ് ചെയ്ത് കൊടുത്തു, അതുപോലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത് ഫില്ലിംഗ് ആയിട്ട് സ്ട്രോബെറി ക്രഷും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 3 ഇഞ്ചൊക്കെയാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാനും വളരെ സിമ്പിൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 3 ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം അതുപോലെ ക്രം കോട്ട് ചെയ്ത് കൊടുത്തു. ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ സെറ്റായി കേക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫൈനൽ കോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ ഈ കേക്കിൻ്റെ ഡെക്കറേഷനും വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ലൈറ്റിങ് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും കേട്ടോ. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഈ ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരു പർപ്പിൾ കളർ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ ബ്രൈഡ് ടു ബി എന്നും കൂടി സെൻറ്ററിലായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ കേക്ക് ഉണ്ടാക്കുന്നതിനെക്കാട്ടും ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക് ബട്ടർ പേപ്പറിലേക്ക് മാറ്റാനും അതിനുശേഷം ഈ പാലറ്റ് നൈഫ് ഒന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പാലറ്റ് നൈഫ് വലിക്കുമ്പോൾ കേക്കും കൂടി പിന്നാലെ പോരായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുവിധം ഞാനതൊക്കെ ഒന്ന് വലിച്ചെടുത്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു കേക്ക് നമ്മുടെ ലഞ്ച് ബോക്സിലേക്ക് മാറ്റി കൊടുക്കാം. ലഞ്ച് ബോക്സ് നമ്മുടെ ബെൻഡോ കേക്കിൻ്റെ ബോക്സിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബോക്സൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.